ദൈവത്തിന് സ്തുതി. ഇന്ന് തിരുസഭ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. 8 നോമ്പാചരിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചും നാമും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പിറവി ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പരിശുദ്ധ അമ്മയുടെ പിതാവ് ജോവാക്കിം ദൈവഭക്തനും വിശുദ്ധിയിൽ ജീവിച്ചവനുമായിരുന്നു. മാതാവ് അന്ന ദൈവഭക്തിയും ശാന്ത സ്വഭാവക്കാരിയുമായിരുന്നു. വിവാഹം കഴിക്കുമ്പോൾ ജോവാക്കിന് 42 വയസ്സും അന്നയ്ക്ക് 24 വയസ്സുമായിരുന്നു. മക്കളില്ലാത്ത ഈ ദമ്പതികളെ സമൂഹം പരിഹസിച്ചിരുന്നു. ശാന്ത സ്വഭാവക്കാരായ ഈ ദമ്പതികൾ തങ്ങളുടെ പ്രയാസങ്ങൾ ദൈവത്തിന് കാഴ്ചവെച്ചു. മനോവ്യത സഹിക്കാതെ വന്നപ്പോൾ ജോവാക്കിം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പരിത്യാഗ പ്രവർത്തികൾക്കുമായി ഹെർമോൻ മലയിലേക്ക് പോയി. അന്ന എല്ലാ നിന്ദയും അപമാനവും ക്ഷമാപൂർവം സഹിച്ചും സ്വീകരിച്ചും പ്രാർത്ഥനാപൂർവം ജീവിതകാലം ചെലവഴിച്ചു. 40 ദിവസത്തോളം ജോവാക്കിം മരുഭൂമിയിൽ താമസിച്ചു. അവിടെ വെച്ച് ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അന്ന ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിക്കും, അവൾക്ക് മറിയമെന്ന് പേരിടണം. അതേ സമയം തന്നെ ഗബ്രിയേൽ ദൂതൻ അന്നയ്ക്കും പ്രത്യക്ഷപ്പെട്ട് വിവരമറിയിച്ചു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവർക്കൊരു പെൺകുഞ്ഞിനെ നൽകി. രക്ഷകന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ അമ്മയുടെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. അന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം എന്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ക്രിസ്മസ് ഉണ്ണി യേശുവിന്റെ ജനന തിരുനാളാണെങ്കിൽ മേരിമസ് ഉണ്ണി മേരിയുടെ ജനന തിരുനാളായി കൊണ്ടാടുന്നു. ഉത്ഭവ പാപത്തിൽ നിന്നും വിമുക്തമാക്കപ്പെട്ട മറിയം പ്രസാദകര പൂരിതയാണ്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ഒരു സൃഷ്ടിയും അവളുടെ ആത്മാവിൽ പതിഞ്ഞിരുന്നില്ല, ഒരു സൃഷ്ടിയും അവളെ ആകർഷിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവാണ് ആ കുഞ്ഞിനെ നയിച്ചത്. തങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ ദൈവ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കാമെന്ന് ജോവാക്കിം അന്ന ദമ്പതിമാർ നേർന്നിരുന്നു. അതനുസരിച്ച് തങ്ങളുടെ കുഞ്ഞിനെ അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മറിയം ദേവാലയത്തിലാണ് താമസിച്ചിരുന്നത്. ദേവാലയത്തിലെ പ്രയാസങ്ങൾ നിറഞ്ഞ ജോലി ചെയ്തും രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചും മറിയം അവിടെ ചെലവഴിച്ചു. മറിയത്തിന് ഏറ്റവും ഹൃദയഭേദകമായ മുറിവുണ്ടായിരുന്നത് വിശുദ്ധ ജോവാക്കിമിന്റെയും അന്നയുടെയും മരണമായിരുന്നു. ദൈവമാതാവിന്റെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു, ഭൂവാസികൾ ആഹ്ലാദം കൊള്ളുന്നു. സ്വർഗവും ഭൂമിയും സന്തോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ അമ്മയെ നമുക്ക് സ്വന്തമാക്കാം. പാപവും തിന്മയുടെ പ്രവർത്തനങ്ങളും അന്ധകാര ശക്തികളും ഏറിവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പൈശാചിക പ്രലോഭനങ്ങളെ നേരിടണമെങ്കിൽ അമ്മയുടെ കരങ്ങൾ നാം മുറുകെ പിടിച്ചേ മതിയാവൂ. ആര് അമ്മയുടെ കരങ്ങൾ വിട്ട് മുന്നേറുന്നുവോ അവർ തീർച്ചയായും നാശത്തിലേക്കും തകർച്ചയിലേക്കും നിബദിക്കും എന്നത് സത്യമാണ്.
വിശുദ്ധിയിൽ വളരാൻ അമ്മയുടെ സഹായം ഏറെ ആവശ്യമാണ്. പൂർണ്ണ വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ പിറന്നു വീണ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ശരീരത്തിലും ആത്മാവിലും വിശുദ്ധി പാലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നേ ദിവസം അമ്മ വഴിയായി ഈശോയിൽ നിന്ന് സ്വർഗീയ സമ്മാനങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ. അമ്മയുടെ പിറവി തിരുനാളിന്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. അമ്മേ മാതാവേ, എല്ലാ വിശ്വാസികളോടും ചേർന്ന് പിറവി തിരുനാളിന്റെ ആശംസകൾ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പ്രാർത്ഥിക്കണമേ.